വാര്യർക്ക് കിടക്കപ്പൊറുതിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കിട്ടേണ്ടത് കിട്ടിയിട്ടും വാര്യർ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് സന്ദീപ് വാര്യരെ കുറിച്ച് തന്നെയാണ്. സന്ദീപ് വാര്യർ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റുമായി വരും. പിന്നീട് ചാനൽ ചർച്ചകളിൽ വരും. കഴിഞ്ഞ ദിവസം ഞാൻ മാതൃഭൂമിയിൽ ഒരു ചർച്ച കണ്ടപ്പോൾ ശങ്കുട്ടി ദാസ് ചോദിക്കുന്നത് കണ്ടു, ഈ രണ്ട് കോൺഗ്രസ്സുകാർ എന്തിനാണ്? ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി പിന്നെ എന്താ പറയുക ചർച്ചയിലുണ്ട്, പിന്നെ സന്ദീപ് വാര്യരെ ഫോണിലും വിളിക്കുന്നുണ്ട്. ഈ ഖഡ്ഗെയുടെ പേരുമായി ബന്ധപ്പെട്ട് പാലക്കാട് നടക്കുന്ന ചില വിഷയങ്ങളിൽ പാലക്കാടുള്ള ചില വിവരമില്ലാത്ത കിഴങ്ങന്മാർ അങ്ങനെ പലതും പറയും. നരേന്ദ്രമോദിയെയും RSS മേധാവിയൊക്കെ പൊരുത്താനുള്ള സന്ദീപ് വാര്യരുടെ ത്വര കാണുമ്പോൾ സത്യത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ പ്രതിനിധിയാണോ അതോ BJPയുടെ പ്രതിനിധിയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ശങ്കുട്ടി ദാസ് അതിന് കൃത്യമായ മറുപടി വാര്യർക്ക് കൊടുക്കുകയും ചെയ്തു. വാര്യർ കിഴങ്ങന്മാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു അടിത്തറയില്ലാത്ത പ്രത്യശാസ്ത്രത്തിന്റെ അടിത്തറയില്ലാത്ത കിഴങ്ങന്മാരാണ് പാലക്കാടിരുന്ന് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നീ ഇറങ്ങിപ്പോടാ കിഴങ്ങാന്ന് പറഞ്ഞുകൊണ്ടാണ് BJPക്കാർ വാര്യറെ അടിച്ചു പുറത്താക്കിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കസേര കിട്ടാത്തതിന്റെ പേരിലുമല്ല എന്നറിയാം. പക്ഷേ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കിടെ പറഞ്ഞു, കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് BJPയെ സേവിക്കേണ്ട, ആ പണി ഇവിടെ വേണ്ട. അതായത് അത് വാര്യർക്കും തരൂറിനും കൂടി ഉള്ളതാണ് എന്നാണ് പലരും പറയുന്നത്. പക്ഷേ തരൂറിനുള്ളതല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം തരൂറിനെ ഹൈക്കമാൻഡിന് അത്രത്തോളം വേണ്ടപ്പെട്ട ആളാണ്. ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തരൂറിനെ വിളിപ്പിച്ച് സംസാരിച്ച് KCയേക്കാൾ ഒരുപക്ഷെ KC വേണുഗോപാൽ എന്ന് പറയുന്ന പിന്നെ രാഹുൽ ഗാന്ധിയുടെ പെട്ടി പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കുശനിക്കാരനായ KC വേണുഗോപാലിനേക്കാൾ വിശ്വപൗരനായ തരൂറിനെ തന്നെയാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന പ്രിയങ്കയ്ക്കും സോണിയയ്ക്കും രാഹുലിനും ഇഷ്ടം. അതുകൊണ്ട് KC പറയുന്നതൊക്കെ ചവറ്റുകുട്ടയിൽ എറിയുക എന്നുള്ളതാണ്. പക്ഷെ KCയെ കൂടെ നിർത്തേണ്ടതിന്റെ ആവശ്യകത രാഹുൽ ഗാന്ധിക്കുള്ളത് കൊണ്ട് തൽക്കാലം കൂടെ നിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ KC പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇവിടെ കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് വാര്യരെ BJP വളർത്താൻ നിൽക്കരുത്. ആ വളർച്ച ഒരുപക്ഷെ ഞങ്ങൾ അറിഞ്ഞാൽ അത് BJPയിൽ നിന്ന് കിട്ടിയ അടിപോലെ ആയിരിക്കില്ല, നീ താങ്ങൂല മോനെ എന്നാണ് KC പറയാതെ പറഞ്ഞത്. അതായത് വാര്യർക്ക് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ BJPക്കാരൻ അങ്ങനെ നിൽക്കുകയാണ്, അത് പോയിട്ടില്ല എന്നുള്ളതാണ്. BJP ഈ സുരേന്ദ്രൻ തന്നെ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും എന്നാണ് സന്ദീപ് വാര്യർ കരുതിയത്. പക്ഷേ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയില്ല. പകരം കേന്ദ്രത്തിന്റെ ഒരു കേരള സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖറാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. രാജീവ് ചന്ദ്രശേഖർ എത്തിയതിനു ശേഷം പല മാറ്റങ്ങളും BJPയിലുണ്ടായി. പല ആളുകൾക്കും, പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ആളുകൾക്കൊക്കെ പല പദവികളും നൽകാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചു. അത്തരത്തിലുള്ള പല മാറ്റങ്ങൾക്കും അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ വാര്യർക്കൊരു മോഹം, ഒന്ന് BJPയിലേക്ക് തിരിച്ചു വന്നാലോ, രാജീവ് ചന്ദ്രശേഖരെ പോയി നേരിട്ട് കണ്ട് ഈ വെറുപ്പിന്റെ ഫാക്ടറിയിലേക്ക് ഒന്ന് തിരിച്ചു കയറിയല്ലോ. കാരണം സ്നേഹത്തിന്റെ കടയിലേക്ക് പയറും വെളിച്ചെണ്ണയും പഞ്ചസാരയും ഒക്കെ തേടി പോയിട്ട് ഒരു ഫലവും ഇല്ല. വക്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് അടിച്ചിരുത്തുകയല്ലാതെ ലീഗിനെ സുഖിപ്പിക്കാൻ പോയി, എന്നിട്ടും വലിയ പ്രയോജനമില്ല. താൻ ചോദിച്ച സീറ്റിന് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. KPCC ജനറൽ സെക്രട്ടറി ആക്കാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അണികളുടെ തന്നെ പ്രതിഷേധത്തിന് പുറത്ത് അതാവാൻ സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വല്ലാതെ വാര്യരെ അലട്ടുന്നുണ്ട്. അതിന്റെ ഫ്രസ്ട്രേഷനാണ് പലപ്പോഴും വാര്യർ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് തീർക്കുന്നത്. ശങ്കുട്ടി ദാസും അല്ലെങ്കിൽ മറ്റ് പലരും വാര്യരെ തേച്ച് വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട്. കാരണം സന്ദീപ് വാര്യർ ഇടുന്ന പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റുകളൊക്കെ കണ്ടാൽ നമുക്കറിയാം. പാലക്കാട് BJP അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ്. പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് യുവതലമുറകൾക്കിടയിൽ കൃത്യമായി ആശയവിനിമയം നടത്താൻ കഴിവുള്ള, പാർട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്ന ധൈര്യശാലിയായ, നല്ല നെഞ്ചുറപ്പുള്ള, നട്ടലുള്ള ഒരു നേതാവാണ് പ്രശാന്ത് ശിവൻ. അപ്പോൾ പ്രശാന്ത് ശിവൻ കാര്യങ്ങൾ പറയുമ്പോൾ, പ്രശാന്ത് ശിവൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുമ്പോൾ അതൊന്നും നിസ്സാരമായി നമ്മൾ കാണേണ്ട കാര്യമല്ല. ഇപ്പൊ പാലക്കാട് കാലുകുത്തിക്കില്ല എന്നൊന്നും പറയുന്നതിനോട് യോജിപ്പില്ല. കാരണം പാലക്കാടുള്ള MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തീർച്ചയായും അദ്ദേഹത്തിന് ജനങ്ങളെ കാണാൻ, അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ കാണാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ആർക്കും ഒരിടത്തും വരരുത് എന്ന് പറയാനുള്ള അവകാശമൊന്നും പ്രശാന്ത് ശിവനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ അവരുടെ ചില പ്രത്യയശാസ്ത്രങ്ങൾ, ഇപ്പോൾ
BJP-ക്കാർ ശങ്കുട്ടിദാസ് ചോദിച്ചതുപോലെ പൊന്നാനിയിൽ എത്രയോ നേതാക്കളുടെ, മുസ്ലിം നേതാക്കളുടെ പേരിൽ, ഈ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ആളുടെ പേരിൽ എത്രയോ സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. വാര്യംകുന്നിൻ്റെ പേരിൽ തന്നെ കെട്ടിടങ്ങളില്ലേ, അല്ലെങ്കിൽ വാര്യംകുന്നൻ മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നില്ലേ? അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. ഹെഡ്ഗെയുടെ പേര് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ചൊറിച്ചിലുണ്ടാകുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നതിൽ ന്യായമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നന്ദേട്ടൻ ചോദിച്ചതുപോലെ മലപ്പുറത്ത് തുഞ്ചത്ത് സ്മാരകം നിർമ്മിക്കാൻ കുഞ്ഞാപ്പയ്ക്ക് കഴിയുമോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ ആളുകളുടെ പേരുകൾ, ചില സമുദായത്തിലെ ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് എന്ത് മെമ്മോറിയൽ വേണമെങ്കിലും, എന്ത് സ്മാരകം വേണമെങ്കിൽ കെട്ടാം. പക്ഷേ RSS ആരുടെയെങ്കിലും പേരിടണമെന്ന് പറഞ്ഞാൽ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി, കലഹമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, എന്താ പറയുക, ഒളിച്ചു കടത്തുകയാണോ? എന്താ പറയുക, മാതൃഭൂമിയുടെ ഒരു ഹെഡിങ് ഇങ്ങനെയായിരുന്നു, എന്താ പ്രശ്നങ്ങളുടെ പേരിൽ ഒളിച്ചു കടത്തുന്നു. പേരൊക്കെ എന്ത് ഒളിച്ചു കടത്താനാണ്? ഭരിക്കുന്ന ആൾക്കാർക്ക് പേരിടണമെന്ന് തോന്നിയാൽ തീർച്ചയായും അവരിടും. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഇതൊക്കെ ഇടാമെങ്കിൽ എന്തുകൊണ്ടാണ് RSSന്റെ അല്ലെങ്കിൽ BJPയുടെ നേതാക്കളുടെ പേരിടുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചിലും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? 70 വർഷം ഭരിച്ച കോൺഗ്രസ് ഇന്ത്യയിൽ എന്ത് ചെയ്തു എന്ന് 2017 ശേഷം ഇന്ത്യയുടെ വളർച്ച കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 70 വർഷമാണ് ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ്. ആ കോൺഗ്രസിന് ഇന്ത്യയെ ഏത് നേട്ടത്തിലേക്ക് നയിക്കാനാണ് കഴിഞ്ഞത്? ഇപ്പോഴും ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ പല ആഭ്യന്തര മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ പലരെ ന്യായീകരിക്കുകയാണ് ആ സമയത്തുണ്ടായിരുന്ന പല ആഭ്യന്തര മന്ത്രിമാരും, ആഭ്യന്തര സെക്രട്ടറിമാരും. അപ്പോൾ വാര്യർ എങ്ങനെ പറഞ്ഞു വന്നത്? നമ്മുടെ വാര്യറുടെ കേസിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോയത്. തിരിച്ച് വാര്യറിലേക്ക് തന്നെ വന്നാൽ സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ തിരിച്ച് BJPയിൽ ഒന്ന് വന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം BJP വളരുകയാണ്, കോൺഗ്രസിനെ പോലെ തളരുകയല്ല, BJP കുതിക്കുകയാണ്. ആ കുതിപ്പിന്റെ ഒരു ഭാഗമാകാൻ സന്ദീപ് വാര്യർക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. കസേരയുടെ പേരിലല്ല സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് പാർട്ടിയെ അറിയാവുന്ന, പാർട്ടിയെ വിശ്വസിക്കുന്ന, പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല ഈ പാർട്ടിയിൽ പലരും നിൽക്കുന്നത്. സ്ഥാനമാനങ്ങളൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പാർട്ടിയെ വളർത്തുക. എവിടെ നിന്നും, ഏത് അടിത്തറയിൽ നിന്നാണ് BJP വലിയ വളർച്ചയിലേക്ക് എത്തിയത്? ഇന്ത്യ ഭരിക്കുന്ന 3-ാം തവണയും ഇന്ത്യ ഭരിക്കുന്ന തരത്തിലേക്ക് ഫാസിസ്റ്റ് സർക്കാരാണ്. മോദി ഫാസിസ്റ്റാണ്, ഏകാധിപതിയാണ്, ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കുന്ന ആളാണ്. അമിത്ഷായും മോദിയും കൂടി ഇന്ത്യയെ തകർക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് വലിയ രീതിയിൽ അട്ടഹസിക്കുന്നവർ, വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നവരൊക്കെയുണ്ട്. ഇവരൊക്കെ 3 തവണ BJP ജനങ്ങൾ തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ജനങ്ങൾ 3 തവണയാണ് BJPയെ തിരഞ്ഞെടുത്തത്. ജനങ്ങൾക്കറിയാം BJP വന്നാലേ ഇവിടെ കാര്യങ്ങൾ നടക്കും. വഖഫ് എന്ന് പറയുന്നതിനെ തൊടാൻ കോൺഗ്രസിന് ഭയമുണ്ടായിരുന്നു, തൊട്ടില്ല. പുതിയ കാര്യങ്ങൾ വഖഫിന് ചെയ്തു കൊടുക്കുകയാണ്. ജനങ്ങളെ എന്താ പറയുക, അവരെ ദുരിതത്തിലാക്കാനുള്ള പുതിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ ഈ കാര്യങ്ങൾ എത്തിയ ഉടനെ വഖഫ് എന്ന് പറയുന്നതിനെ ഇല്ലാതാക്കുക, ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുക, അവരെ കിടപ്പാടമില്ലാത്തവരാക്കി തീർക്കുകയല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് വഖഫിൽ കൈവച്ചുകൊണ്ട് ഒന്നും പൊള്ളിയില്ല. ചിലർക്ക് പൊള്ളിയെങ്കിൽ ആ പൊള്ളൽ നന്നായി അവിടെ പഴുത്തിരിക്കട്ടെ. എന്തായാലും ജനങ്ങൾക്ക് പൊള്ളിയിട്ടില്ല, ജനങ്ങൾക്കത് ആശ്വാസകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വഖഫിനെ എടുത്ത് ദൂരെ കളഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വാര്യർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്.